ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മാർക്കറ്റ് പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു കൺസോളിഡേഷൻ മോഡിലേക്ക് പോകുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 23,300 അതുപോലെ 23,800 ലെവലിൽ നിഫ്റ്റി ഒരു റേഞ്ച് ബോണ്ട് ആവുകയാണെങ്കിൽ അതൊരു അക്യുമുലേഷൻ സ്റ്റേജ് ആയിട്ട് നമുക്ക് കണക്കൂട്ടാവുന്നതാണ്. എന്നാൽ 23,800 എന്നുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ ഒരു ബുള്ളിഷ് മൂവ് നമുക്ക് കാണാൻ കഴിയുള്ളൂ. എന്നാൽ അഥവാ നിഫ്റ്റി 23,300 എന്നുള്ള ഒരു സപ്പോർട്ട് ലെവലിന് താഴേക്ക് പോവുകയാണെങ്കിൽ അത് തികച്ചും അപകടകരമാണ്. അത് ചിലപ്പോൾ 22,800 വരെ താഴേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അപ്പോൾ ഈ ലെവലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ലെവലുകളാണിത്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കാണുന്നത് സെൽ ഓൺ റൈസ് എന്നുള്ള സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അവരുടെ കൂടെ ബിഗ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ഉണ്ടാകും എന്നുള്ളതും തീർച്ചയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ FII DII ഡാറ്റ സൂചിപ്പിക്കുന്നതാണ്. FII ബൈയിങ് മോഡിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ലെന്നാണ് ഡാറ്റകൾ കാണുന്നത്. അതായത് FII ഇന്നും 2,200 കോടിയോളം നെറ്റ് ബൈയിങ് നടത്തിയായിട്ട് കാണാം. എന്നാൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് 2,700 കോടിയോളം സെല്ല് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അൺസർട്ടനിറ്റി നിറഞ്ഞ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിലും FII എന്തുകൊണ്ട് വാങ്ങുന്നു എന്ന് നമ്മൾ സ്വാഭാവികമായി സംശയിച്ചേക്കാം. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഇപ്പോൾ അമേരിക്കയുടെ ബോണ്ട് ഈൽഡ് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ റൂപ്പി സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യൻ സ്റ്റോക്കുകളിലുള്ള വാല്യുവേഷൻ ഓക്കെയാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ആ റിസ്ക് റിവാർഡ് റേഷ്യോ കണക്കൂട്ടുമ്പോൾ FIIസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അവർ ഇന്ത്യൻ മാർക്കറ്റിനെ കാണുന്നത്. എന്നാൽ Q4 റിസൾട്ട് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം Q4 റിസൾട്ട് മോശമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും FIIസിൻ്റെ സെല്ലിങ് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു ഡാറ്റ പ്രകാരം IMFൻ്റെ ഡാറ്റയാണ്. അത് പ്രകാരം ഇന്ത്യയുടെ GDP ഇപ്പോൾ നിൽക്കുന്നത് $4.3 ട്രില്യൺ ആ ഒരു വാല്യൂവിലാണ്. ഇപ്പോൾ 2015 2.1 ട്രില്യൺ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇത് നേരെ ഡബിൾ ആയിട്ട് ഇപ്പോൾ 100% ഒരു ഗ്രോത്ത് നമ്മൾ GDPയിൽ കാണുന്നത്. അപ്പോൾ ലോകത്തിലെ വളരുന്ന എക്കണോമിയിൽ ഇപ്പോൾ 5ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ പൊസിഷൻ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇന്ത്യ അടുത്ത് തന്നെ ജപ്പാനെ ഓവർടേക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 4th ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് ഇന്ത്യ മാറും. കാരണം ജപ്പാന്റെ GDP ഇപ്പോൾ കറൻ്റ്ലി സ്റ്റാൻഡ് ചെയ്യുന്നത് $4.4 ട്രില്യൺ ആണ്. 2025 തേർഡ് ക്വാർട്ടർ ആകുമ്പോഴത്തേക്കും ഒരുപക്ഷെ ഇന്ത്യ ഈ ഒരു ജപ്പാന്റെ ഈ 4.4 എന്നുള്ള ആ ലെവലിനെ മറികടക്കാനുള്ള സാധ്യതയാണ് പൊതുവെ IMFും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു യാത്രയിൽ ഇന്ത്യ നേരിടാൻ പോകുന്ന കുറേ വെല്ലുവിളികളുണ്ട്. ഇന്ത്യൻ എക്കണോമി സ്റ്റേബിൾ ആവണമെങ്കിൽ നമ്മുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി തടസ്സമില്ലാതെ മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ക്രൂഡ് ഓയിൽ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിലുള്ള റോ മെറ്റീരിയൽ പ്രൈസ് വർദ്ധിക്കുകയും അതുവഴി ഇൻഫ്ലേഷൻ കൂടുകയും അങ്ങനെ കോർപ്പറേറ്റ് ഏർണിങ്സ് കുറയുകയും ആത്യന്തികമായിട്ട് GDP നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ത്യയുടെ ഓയിൽ ഇമ്പോർട്ടിൻ്റെ മേജറായിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇറാഖിൽ നിന്നാണ്. അത് കഴിഞ്ഞ് സൗദി അറേബ്യ, അത് കഴിഞ്ഞ് റഷ്യ, അത് കഴിഞ്ഞ് UAE, അത് കഴിഞ്ഞിട്ടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വരുന്നത്. ഇതേപോലെ തന്നെ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രാജ്യമാണ് വെനസ്വേല. ഇപ്പോൾ അത് 4 മില്യൺ ബാരൽ പെർ ഡേ എന്നുള്ള ഒരു അളവിലാണ് നമ്മൾ കാണുക. പക്ഷെ അതത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി അല്ല. പക്ഷേ നമുക്കറിയാം ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് രാജ്യങ്ങളെ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഏത് രാജ്യത്തെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും. ഉദാഹരണത്തിന് എന്തെങ്കിലും മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി തടസ്സം നേരിടും. അതേപോലെ റഷ്യയുമായിട്ട് ഏതെങ്കിലും ബൈലാറ്ററൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവിടെയും തടസ്സം നേരിടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു പ്ലാൻ B എപ്പോഴും ക്രൂഡ് ഓയിലിൻ്റെ മേഖലയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വെനസ്വേലയിൽ നിന്ന് ആരെങ്കിലും ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മേൽ ഞാൻ 25% താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പരോക്ഷമായിട്ടുള്ളൊരു വെല്ലുവിളിയാണ്. അപ്പോൾ നമുക്കറിയാം അമേരിക്ക ശ്രമിക്കുന്നത് ഇന്ത്യ അവരുടെ ഓയിൽ ധാരാളമായിട്ട് വാങ്ങണമെന്നുള്ളതാണ്. കാരണം ഇന്ത്യയുടെ ഓയിൽ ഇമ്പോർട്ടിൽ അമേരിക്കയുടെ സ്ഥാനം 5ാം സ്ഥാനത്താണ്. അപ്പോൾ അമേരിക്കയേക്കാൾ കൂടുതൽ നമ്മൾ റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ വെനസ്വേല എന്ന് പറയുന്ന രാജ്യം അവരുടെ പ്രധാനപ്പെട്ട ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ചൈനയും ഇന്ത്യയുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപിൻ്റെ ഈ ഒരു വെല്ലുവിളി ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ ആയിരിക്കും. ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷം ഉക്രൈൻ റഷ്യ വാറിൻ്റെ സമയങ്ങളിൽ റഷ്യക്കെതിരെ ഉണ്ടാക്കിയ സാങ്ഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ സപ്ലൈയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവിടെ നോൺ സാങ്ഷൻ റൂട്ടിലൂടെ ഇന്ത്യ റഷ്യയിൽ നിന്ന് നല്ല തോതിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടാണ് ആ പ്രതിസന്ധിയെ അതിജീവിച്ചത്. അപ്പോൾ ആ സമയത്ത് 60 രൂപ ബാരൽ താഴെ ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും.
അപ്പോൾ ഇതുകൂടാതെ ട്രംപിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വരാൻ പോകുന്ന ഏപ്രിൽ 2-നാണ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ് ആ റെസിപ്രോക്കൽ താരിഫ്. അതുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യാനായിട്ട് അമേരിക്കയുടെ പ്രതിനിധി സംഘം ഇന്ത്യ ഇപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ വന്ന റിപ്പോർട്ട് പ്രകാരം 50% ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് കുറക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് എന്നാണ്. നമുക്കറിയാം ഈ ഒരു റെസിപ്രോക്കൽ താരിഫിൻ്റെ ആ ഒരു ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇന്ത്യ ധാരാളം വിട്ടുവീഴ്ചകൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഓയിൽ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, കൂടാതെ എലോൺ മസ്കിൻ്റെ ടെസ്ലയ്ക്കും സ്റ്റാർലിങ്ങിനുമൊക്കെ എൻട്രി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടും ഇപ്പോൾ ഈ 50% പ്രൊഡക്റ്റുകളുടെ തീരുവ കുറച്ചുകൊണ്ടും ഇന്ത്യ ആ ഒരു റെസിപ്രോക്കൽ താരിഫ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അമേരിക്കൻ പ്രതിനിധി സംഘം ഇന്ത്യയിൽ വന്നിട്ട് അതിൻ്റെ ടോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൂടുതലായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടോക്ക് എത്രമാത്രം വിജയിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. അപ്പോൾ അഥവാ ഇത് ഫെയിൽ ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമായിരിക്കും. കാരണം ഇന്ത്യ ഏകദേശം 5% മുതൽ 30% വരെ പല അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും താരിഫ് ഏർപ്പെടുന്നുണ്ട്. എന്നാൽ അമേരിക്ക 1 to 5% മാത്രമേ ഈടാക്കുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഡീലിൽ ഏറ്റവും വലിയ നഷ്ടം വരാൻ പോകുന്നത് ഇന്ത്യക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്രോക്കൽ താരിഫിൻ്റെ ആ ഒരു ഇപ്പോഴുള്ള നെഗോഷിയേഷനിൽ നിന്ന് ഇന്ത്യ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഗോൾഡ്മാൻ സാക്സ് പറയുന്നത് പോലെ അത് ഇന്ത്യൻ GDP 0.1 മുതൽ 0.6% വരെ എഫക്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ആ ഒരു 4th ലാർജസ്റ്റ് എക്കണോമി ആവുക എന്നുള്ള ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രയാണത്തിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി അതിൻ്റെ സ്പീഡ് കുറയാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏപ്രിൽ 2-ന് ശേഷമുള്ള മാർക്കറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വസ്തുതയാണ്. ഇനി നമ്മൾ നാളെ നടക്കാൻ പോകുന്ന മേജർ ഇൻഡെക്സ് റീബാലൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം മാർച്ച് 27-നാണ് ഇൻഡെക്സ് റീബാലൻസ് ചെയ്യാൻ പോകുന്നത്. അന്ന് തന്നെയാണ് ഡെറിവേറ്റീവ് എക്സ്പയറി ഡേ വന്നു തന്നെയാണ്. പ്രധാനപ്പെട്ട റീബാലൻസിങ് നടക്കുന്ന ഇൻഡെക്സുകളും അതിലെ സ്റ്റോക്കുകളും ഒന്ന് കണ്ണോടിച്ച് നോക്കാം. നമുക്കറിയാം നിഫ്റ്റി 50-ൽ ഇപ്പോൾ സൊമാറ്റോ അതേപോലെ ജിയോ ഫിനാൻഷ്യൽ സർവീസസും ആഡ് ചെയ്യാൻ പോവുകയാണ്. BPCLും ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസുമാണ് എക്സിറ്റ് ആവുന്നത്. അതുകൂടാതെ നിഫ്റ്റി 50-ലുള്ള പല സ്റ്റോക്കുകളുടെയും വെയിറ്റേജ് കൂടുന്നുണ്ട്. അതിൽ വെയിറ്റേജ് കൂടുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഗ്രാസിം ഇൻഡസ്ട്രീസ്, അദാനി എൻ്റർപ്രൈസസ്, അൾട്രാടെക് സിമെൻറ്റ് അതുപോലെ സിപ്ല എന്നീ സ്റ്റോക്കുകളിലാണ് വെയിറ്റേജ് കൂടുന്നത്. അതുപോലെ നിഫ്റ്റി 50 വെയിറ്റേജ് കുറയുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ബജാജ് ഫിനാൻസ്, HDFC ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ICICI ബാങ്ക് അതുപോലെ ഇൻഫോസിസ് എന്നീ സ്റ്റോക്കുകളിലാണ് വെയിറ്റേജ് കുറയുന്നത്. അപ്പോൾ ഈ നിഫ്റ്റിയുടെ ഈ റീബാലൻസിൻ്റെ ഭാഗമായിട്ട് നിഫ്റ്റിയുടെ PEയിൽ വലിയ ഉയർച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ആഡ് ചെയ്യപ്പെടുന്ന സ്റ്റോക്കുകളുടെ PE വളരെ ഹൈ ആണ്. ഇപ്പോൾ നിഫ്റ്റിയുടെ ഫോർവേഡ് PE പ്രതീക്ഷിക്കുന്നത് 19.9% ആണെങ്കിൽ ഇപ്പോൾ ഈ റീബാലൻസിൻ്റെ ഭാഗമായിട്ട് അത് 20.2% ആയിട്ട് വരാനുള്ള സാധ്യതയും നൊവാമ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രവചിക്കുന്നുണ്ട്. ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നാൽ അവിടെയും വെയിറ്റേജ് ഇൻക്രീസ് ആകുന്നുണ്ട്. SBI, ഫെഡറൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഇൻഡസ്ഇൻഡ് ബാങ്ക്, IDFC ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, കാനറ ബാങ്ക് ഈ ബാങ്കുകളുടെയൊക്കെ വെയിറ്റേജ് ബാങ്ക് നിഫ്റ്റിയിൽ കൂടാൻ പോവുകയാണ്. അവിടെ കുറയാൻ പോകുന്നത് കൊടാക് മഹീന്ദ്ര ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് ആൻഡ് HDFC ബാങ്കാണ്. അതുപോലെ നിഫ്റ്റി നെക്സ്റ്റ് 50-ലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ചില സ്റ്റോക്കുകൾ ആ ഇൻഡെക്സിൽ നിന്ന് പുറത്തു പോവുകയാണ്. ഇനി നമ്മൾ നിഫ്റ്റി നെക്സ്റ്റ് 50-ലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പുതുതായിട്ട് വരാൻ പോകുന്ന സ്റ്റോക്കുകൾ ഒന്ന് നിഫ്റ്റി 50-ൽ നിന്ന് പുറത്തായിട്ടുള്ള BPCL, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, അതുകൂടാതെ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി, CG പവർ, ഹുണ്ടായ് മോട്ടോർ ഇന്ത്യ, ബജാജ് ഹൗസിംഗ് ഫിനാൻസ്, സ്വിഗ്ഗി പോലെയുള്ള സ്റ്റോക്കുകളാണ് നിഫ്റ്റി നെക്സ്റ്റ് 50-ലേക്ക് വരാൻ പോകുന്നത്. അവിടെ വെയിറ്റേജ് ഇൻക്രീസ് ആകുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ആണ്, പിന്നെ ടോറൻ ഫാർമ, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ചോളമണ്ഡലം ഫൈനാൻസ്, വേദാന്ത പോലെയുള്ള സ്റ്റോക്കുകളിൽ വെയിറ്റേജ് ഇൻക്രീസ് ആകുമെന്നാണ് കാണുന്നത്. ഇപ്പോൾ നിഫ്റ്റി നെക്സ്റ്റ് 50-ൽ നിന്ന് ഒഴിവാകുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി 50-ലേക്ക് പോയിട്ടുള്ള സൊമാറ്റോയും ജിയോ ഫിനാൻഷ്യൽ സർവീസസ് കൂടാതെ BHEL, NHPC, യൂണിയൻ ബാങ്ക്, IRCTC, അദാനി ടോട്ടൽ ഗ്യാസ് തുടങ്ങിയിട്ടുള്ള സ്റ്റോക്കുകൾ ഈ നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സിൽ നിന്ന് പുറത്താവുകയാണ്. ഇനി നമ്മൾ സെൻട്രൽ പബ്ലിക് സർവീസ് എൻ്റർപ്രൈസ് അഥവാ CPSE ഇൻഡെക്സ്, PSU സ്റ്റോക്കുകളുടെ ഇൻഡെക്സ് ആയിട്ടുള്ള ഈ ഇൻഡെക്സിൽ പല സ്റ്റോക്കുകളുടെയും വെയിറ്റേജ് ഇൻക്രീസ് ആവുകയാണ്. അതിലൊന്ന് പവർ ഗ്രിഡ് ആണ്, പിന്നെ ഒന്ന് BEL, അതുപോലെ ONGC, കോൾ ഇന്ത്യ, NHPC, ഓയിൽ ഇന്ത്യ, കൊച്ചിൻ ഷിപ്പ്യാർഡ്, NBCC, NLC ഇന്ത്യ, SJVN ഈ സ്റ്റോക്കുകളുടെയൊക്കെ വെയിറ്റേജ് കൂടുകയാണ്. അതേപോലെ NTPCയുടെ വെയിറ്റേജ് ഈ ഒരു ഇൻഡെക്സിൽ കുറയാനും പോവുകയാണ്. ഇനി നമ്മൾ നിഫ്റ്റി IT ഇൻഡെക്സിലേക്ക് വന്നാൽ അവിടെ ഒറാക്കിൾ ഫൈനാൻഷ്യൽ സർവീസസ് ആഡ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് L&T ടെക്നോളജി സർവീസസ് IT ഇൻഡെക്സിൽ നിന്ന് പുറത്താവുകയാണ്. അതുപോലെ നിഫ്റ്റി മിഡ് ക്യാപ് 150 ഇൻഡെക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 17 പുതിയ സ്റ്റോക്കുകൾ ആഡ് ചെയ്യപ്പെടുകയാണ്. അതിൽ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളൊക്കെയാണ് ഒന്ന് ബ്ലൂ സ്റ്റാർ, അതുപോലെ BHEL, NHPC, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഗ്ലെൻമാർക്ക്, IRCTC,
മോട്ടിലാൽ ഓസ്വാൾ ഫൈനാൻഷ്യൽ സർവീസസ്. ഇതിൽ പല സ്റ്റോക്കുകളും നിഫ്റ്റി നെക്സ്റ്റ് 50-ൽ നിന്ന് താഴത്തേക്ക് വന്നതാണ്. എന്നാൽ ബ്ലൂ സ്റ്റാർ സ്മോൾ ക്യാപ്പിൽ നിന്ന് 150-ലേക്ക് കയറി വന്ന സ്റ്റോക്കാണ്. അതുപോലെ നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 ഇൻഡെക്സിൽ നിന്ന് പുറത്തു വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 17 സ്റ്റോക്കുകൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അതിൽ നമുക്ക് ഇന്ത്യൻ ഹോട്ടൽ കമ്പനി, CG പവർ, ടാറ്റ കെമിക്കൽസ്, പൂനാവാല ഫിൻകോർപ്പ്, ഡെലിവറി തുടങ്ങിയ സ്റ്റോക്കുകൾ കാണാം. ഇതിൽ ഇന്ത്യൻ ഹോട്ടൽ കമ്പനിയും CG പവറും നെക്സ്റ്റ് 50-ലേക്കാണ് പോകുന്നത്. ഇനി നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 നോക്കുകയാണെങ്കിൽ അവിടെ 33 പുതിയ സ്റ്റോക്കുകൾ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ടാറ്റ കെമിക്കൽസ്, ഡെലിവറി, വോക്ഹാർഡ്, കാർബറോണ്ടം യൂണിവേഴ്സൽ പോലുള്ള സ്റ്റോക്കുകൾ കാണാം. കൂടാതെ അവിടെ നിന്ന് എക്സിറ്റ് ആവുന്നത് ഈ മിഡ് ക്യാപ്പിലേക്ക് പോയിട്ടുള്ള ബ്ലൂ സ്റ്റാർ, ഗ്ലെൻമാർക്ക് ഫാർമ, 61 വാം, അതുപോലെ നാൽക്കോ പോലെയുള്ള സ്റ്റോക്കുകൾ ഈ ഇൻഡെക്സിൽ നിന്നും പുറത്താവുകയാണ്. അപ്പോൾ ഇൻഡെക്സ് റീബാലൻസ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ബെഞ്ച് മാർക്കായിട്ട് സ്വീകരിക്കുന്ന സംഭവമാണ് ഇൻഡെക്സ്. ETF, മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടുകൾ അവരും ഈ സ്റ്റോക്കുകൾ വാങ്ങാൻ നിർബന്ധിതമാകും. അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റോക്കുകളിൽ ഒരു ബൈങ് പ്രകടമാകും ഷോർട്ട് ടേമിലേക്ക്. എന്നാൽ അത് കുറേ സമയം കഴിയുമ്പോൾ നോർമലായി വരുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ ഗ്ലോബലായിട്ടുള്ള ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഫണ്ട് മാനേജേഴ്സൊക്കെ ഇത്തരം ഇൻഡെക്സുകൾ നോക്കിയിട്ടാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പോവുക. അതുകൊണ്ട് തന്നെ ഇൻഡെക്സിലേക്ക് ഒരു സ്റ്റോക്ക് കയറി വരിക എന്ന് പറയുമ്പോൾ ആ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വലിയ എക്സ്പോഷർ കിട്ടുകയാണ്, അതിൻ്റെ ലിക്വിഡിറ്റി വർദ്ധിക്കുകയാണ്, ഇത്തരം കുറേ ആനുകൂല്യങ്ങൾ അതിൽ കിട്ടുന്നുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.